പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടിയത് ആർക്ക്? ഓപ്ഷൻസ്: ബിലെയാം, ബെയോർ, ലോത്ത്. ഇത് മൂന്നും തെറ്റാണ്. ഉത്തരം ബിലെയാം. 2 പത്രോസ് 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഉറപ്പുള്ള ഒരു ലക്ഷ്യം ആവശ്യപ്പെട്ടത് ആര്? ഓപ്ഷൻസ്: യോശുവ, അബ്രഹാം, രാഹാബ്, മോശ. ഉത്തരം രാഹാബ്. യോശുവ 2-ാം അധ്യായം 13-ാം വാക്യം. ക്വസ്റ്റ്യൻ: പൗലോസ് വെളിപ്പാട് അനുസരിച്ച് പോയത് ഏത് സ്ഥലത്തേക്ക്? ഓപ്ഷൻസ്: യെരുശലേം, അന്ത്യോക്യ, ഗലാത്യ, അറബി. ഉത്തരം യെരുശലേം. ഗലാത്യർ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഇവിടം വിട്ടു പൊയ്ക്കൊള്ളുക, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു. ഇത് ആരുടെ വാക്കുകൾ? ഓപ്ഷൻസ്: എ, ശിഷ്യന്മാരിൽ ചിലർ, ബി, കാര്യവിചാരകൻ, സി, ചില പരീശന്മാർ, ഡി, പരീശന്മാരും ശാസ്ത്രിമാരും. ഉത്തരം ചില പരീശന്മാർ. ലൂക്കോസ് 13-ാം അധ്യായം 31-ാം വാക്യം. ക്വസ്റ്റ്യൻ: തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് ആര്? ഓപ്ഷൻസ്: ഭാര്യമാർ, സാറ, വിശുദ്ധ സ്ത്രീകൾ, സ്ത്രീജനം. ഉത്തരം വിശുദ്ധ സ്ത്രീകൾ. 1 പത്രോസ് 3-ാം അധ്യായം 5-ാം വാക്യം. ക്വസ്റ്റ്യൻ: നിങ്ങൾ ഡാഷ് ശുഷ്കാന്തിയുള്ളവർ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? ഓപ്ഷൻസ്: എ, നീതി പ്രവൃത്തിയിൽ, ബി, സമാധാനം അന്വേഷിക്കുന്നതിൽ, സി, വചനമനുസരിക്കുന്നതിൽ, ഡി, നന്മ ചെയ്യുന്നതിൽ. ഉത്തരം നന്മ ചെയ്യുന്നതിൽ. 1 പത്രോസ് 3-ാം അധ്യായം 13-ാം വാക്യം. ക്വസ്റ്റ്യൻ: എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം ഡാഷ് വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഓപ്ഷൻസ്: എ, പിതാവ്, ബി, നീതി, സി, വിശുദ്ധി, ഡി, ദിവ്യശക്തി. ഉത്തരം നീതി. 2 പത്രോസ് 3-ാം അധ്യായം 13-ാം വാക്യം. ക്വസ്റ്റ്യൻ: മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരോട്? ഓപ്ഷൻസ്: എ, ദാസന്മാരോട്, ബി, ഇളയവരോട്, സി, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരോട്, ഡി, വേലക്കാരോട്. ഉത്തരം ഇളയവരോട്. 1 പത്രോസ് 5-ാം അധ്യായം 5-ാം വാക്യം. ക്വസ്റ്റ്യൻ: ദൈവഹിതത്താൽ അവകാശിയാകുന്നത് ആര്? ഓപ്ഷൻസ്: എ, സ്വതന്ത്രയുടെ മക്കൾ, ബി, വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ, സി, പുതിയ സൃഷ്ടി, ഡി, പുത്രൻ. ഉത്തരം പുത്രൻ. ഗലാത്യർ 4-ാം അധ്യായം 7-ാം വാക്യം. ക്വസ്റ്റ്യൻ: പുത്രിമാരെ മാത്രം ജനിപ്പിച്ചത് ആരുടെ മകൻ? ഓപ്ഷൻസ്: എ, ശലോഫഹാദ്, ബി, മാഖീർ, സി, ഹേഫർ, ഡി, അബിയേസർ. ഉത്തരം ഹേഫർ. യോശുവ 17-ാം അധ്യായം 3-ാം വാക്യം. ക്വസ്റ്റ്യൻ: ലൂക്കോസ് എഴുതിയ സുവിശേഷം അനുസരിച്ച് പ്രവാചകന്മാരുടെ കല്ലറകളെ പണിയുന്നത് ആര്? ഓപ്ഷൻസ്: എ, പരീശന്മാർ, ബി, ന്യായശാസ്ത്രിമാർ, സി, പരീശന്മാരും ശാസ്ത്രിമാരും, ഡി, സദൂക്യർ. ഉത്തരം ന്യായശാസ്ത്രിമാർ. ലൂക്കോസ് 11-ാം അധ്യായം 47-ാം വാക്യം. ക്വസ്റ്റ്യൻ: ഇരുമ്പ് രഥങ്ങളുള്ള ബലവാന്മാർ ആര്? ഓപ്ഷൻസ്: എ, കൽദയർ, ബി, അമ്മോന്യർ, സി, ഹിവ്യർ, ഡി, കനാന്യർ. ഉത്തരം കനാന്യർ. യോശുവ 17-ാം അധ്യായം 18-ാം വാക്യം. ക്വസ്റ്റ്യൻ: ഗലീലയ്ക്ക് നേരെയുള്ള ഒരു ദേശം. ഓപ്ഷൻസ്: എ, സീദോൻ, ബി, ഷിലോഹാം, സി, ഗെരസേന്യ, ഡി, ഇത് മൂന്നും തെറ്റാണ്. ഉത്തരം ഗെരസേന്യ.
ലൂക്കോസ് 8:26. ക്വസ്റ്റ്യൻ: ഗ്രന്ഥകാരനായ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ പ്രാപിച്ചത് എന്ത്? ഓപ്ഷൻസ്: എ. നീതീകരണം, ബി. ദൈവവാഗ്ദത്തങ്ങൾ, സി. സുവിശേഷം, ഡി. സൗമ്യതയുടെ ആത്മാവ്. ഉത്തരം: സുവിശേഷം. ഗലാത്യർ 1:11-12. ക്വസ്റ്റ്യൻ: പാറമേൽ വീണ വിത്ത് ഉണങ്ങിപ്പോയത് എന്തുകൊണ്ട്? ഓപ്ഷൻസ്: എ. വെയിലേറ്റതിനാൽ, ബി. വേരില്ലായ്കയാൽ, സി. നനവില്ലായ്കയാൽ, ഡി. ഇത് മൂന്നും തെറ്റാണ്. ഉത്തരം: നനവില്ലായ്കയാൽ. ലൂക്കോസ് 8:6. ക്വസ്റ്റ്യൻ: ആത്മാവിൻ്റെ ഫലം എത്ര, ജഡത്തിൻ്റെ പ്രവൃത്തി എത്ര? ഓപ്ഷൻസ്: എ. 9:15, ബി. 8:12, സി. 9:14, ഡി. 7:13. ഉത്തരം: 9:15. ഗലാത്യർ 5:19-23. ക്വസ്റ്റ്യൻ: എഫ്രയീം പർവ്വതത്തിലെ കുന്നിൽ അടക്കം ചെയ്യപ്പെട്ടത് ആര്? ഓപ്ഷൻസ്: എ. ഫീനെഹാസ്, ബി. യോശുവ, സി. എലയാസാർ, ഡി. യോസെഫ്. ഉത്തരം: എലയാസാർ. യോശുവ 24:33. ക്വസ്റ്റ്യൻ: അവിടെ ഡാഷ് വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഓപ്ഷൻസ്: എ. താഴ്വരയിൽ, ബി. മലയിൽ, സി. കാടുകളിൽ, ഡി. മരുഭൂമിയിൽ. ഉത്തരം: മലയിൽ. ലൂക്കോസ് 8:32. ക്വസ്റ്റ്യൻ: യോശുവ ഗിൽഗാലിൽ നാട്ടിയ 12 കല്ല് എടുത്തത് എവിടെ നിന്ന്? ഓപ്ഷൻസ്: എ. യോർദാൻ, ബി. യെരിഹോ, സി. ഹെബ്രോൻ, ഡി. സാരേദാൻ. ഉത്തരം: യോർദാൻ. യോശുവ 4:20. ക്വസ്റ്റ്യൻ: മദ്യപാനം, കൊലപാതകം, പിണക്കം, ശാഠ്യം ഇവയിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തത് ഏത്? ഉത്തരം: കൊലപാതകം. ഗലാത്യർ 5:19-21. താങ്ക്സ് ഫോർ വാച്ചിങ്.